രാഷ്ട്രങ്ങളുടെ നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ചർച്ചകളുടെ തുടർഫലമായിട്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ലെബനന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ഔണിനെയും ടെലിഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ തന്റെ ഒരു മധ്യസ്ഥത കൊണ്ടാണ് ഇരു രാഷ്ട്രങ്ങളും വെടിനിർത്തലിന് തയ്യാറായത് എന്നതാണ് ട്രംപിന്റെ നിലവിലെ ഒരു അവകാശവാദം. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു സമ്മർദ്ദം കൂടി ഇതിൽ ഉണ്ടായിരുന്നിരിക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു ഈ ലെബനിലെ വെടിനിർത്തൽ എന്ന് പറയുന്നത്. എന്തായാലും വെടിനിർത്തൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രാബല്യത്തിൽ വരും. ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തൽ കാലയളവ് തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കും എന്ന് തന്നെയാണ്. നിലവിൽ അവർ ആക്രമണമൊന്നും നടത്തുമെന്ന് അറിയിച്ചിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത് ഹിസ്ബുള്ള ഔചിത്യത്തോടെ പെരുമാറണം, ശാന്തത പാലിക്കണം എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ശാന്തത പാലിക്കണം എന്ന് ട്രംപും അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല ഇനി ഈ വരുന്ന ചൊവ്വാഴ്ച ഈ ജോസഫ് ഔണും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൗസിൽ വെച്ച് തുടർ ചർച്ചകൾ നടത്തുമെന്നും ഇപ്പോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ JD വാൻസും ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുക എന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലെബനനും ഇസ്രയേലും 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ US വെച്ച് നേർക്കുനേരുള്ള ഒരു ചർച്ചകൾ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു മധ്യസ്ഥത വഹിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്.